നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണർ ആന്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇന്ന് നമ്മൾ ആന്റിന്റെ മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരു ഫാമിലി തന്നെയാണ് ഇവർക്ക് എന്നോടും അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇവരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്തിനധികം പറയുന്നത്, ഞാൻ നാട്ടിൽ പോകുന്ന പോലും ഇവർക്ക് ഇഷ്ടമല്ല. ഞാൻ നാട്ടിൽ പോയാൽ കുറെ ദിവസം കഴിയുള്ളൂ, പോകണ്ട വേഗം വരണമെന്ന് പറഞ്ഞ ഒച്ചപ്പാടാക്കുവാണ്. ഇവരെ ഫുഡൊന്നും നമ്മളെ പോലെയല്ല, വേറെ തന്നെയാണ് ഗൈസ്. നമ്മൾ കടല വറുത്തെടുക്കുമല്ലേ ചെയ്യുക, ഇവരെനിക്ക് വെള്ളത്തിൽ പുഴുങ്ങി തരുവാന്ന് ചെയ്യുന്നത്. പിന്നെ ആ കുഞ്ഞു കപ്പിലെ കോഫിയും, ഇവിടെ ചായയും കോഫിയും എല്ലാം അങ്ങനെയാണ് കിട്ടുക. ഒരു വീട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 9 മാസമായിട്ട് ആയിട്ടുള്ളൂ. നല്ല രസമുണ്ട് ആ വീട് കാണാൻ. എല്ലാ റൂമിനും ബാൽക്കണിയും ഉണ്ട്. പിന്നെ എനിക്ക് തനും അവരെ ഹൗസ് വാമിങ്ങിന് പിന്നെ പീരിയഡ്സ് ആയ ടൈമിൽ ഇങ്ങനെ അവർ ചെറിയ ഫംഗ്ഷൻ എല്ലാം കഴിക്കും. അതിന്റെ എല്ലാം ആൽബം എല്ലാം കാണിച്ചെന്ന് നല്ല രസമുണ്ടല്ലേ സുന്ദരിനെ കാണാൻ. കാലത്ത് നമ്മൾ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആകെയുള്ളൊരു ടെൻഷൻ ഞാൻ ഒറ്റപ്പെട്ട് പോകുന്നുള്ളതാണ്. കാരണം എനിക്ക് ഇങ്ങനെ ആരോടും വർത്തനം പറയാനൊന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. ഞാനൊരു കലപിലയാണ്. എന്റെ സങ്കടം ദൈവം കണ്ടതാണോ എന്നറിയില്ല ഗൈസ്. എനിക്ക് നല്ലൊരു ഫാമിലിനെ തന്നെ ഇവിടെ ബാംഗ്ലൂർ കിട്ടി. ഓണർ ആന്റിക്കും ആന്റിന്റെ മക്കൾക്കും തമിഴ് നല്ലോണം അറിയാം. അതുകൊണ്ട് ചേച്ചിമാരോടും ആന്റീനോടെല്ലാം ഞാൻ തമിഴിലാണ് സംസാരിക്കുക. പിള്ളേരോട് എല്ലാവരോടും ഇംഗ്ലീഷിലാണ് വർത്താനം പറയാം. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമല്ല. അത്യാവശ്യത്തിന് വേണ്ട കന്നഡയെല്ലാം എനിക്ക് അറിയാം ഗൈസ്. ജാസ്തി കൊത്തില്ലെങ്കിലും ഇങ്ങോട്ട് പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവും. പിന്നെ കുറച്ചാലും നമ്മൾ മൈസൂർ പണിയെടുത്തിനല്ലോ, അതുകൊണ്ട് കന്നഡയും വലിയ വിഷയമല്ല. ആകെയുള്ളൊരു പ്രശ്നം ഇവരെ ഫുഡ് എനിക്ക് പിടിക്കുന്നില്ല ഗൈസ്. കന്നഡ ടേസ്റ്റിലുള്ള ഫുഡുകളൊന്നും എനിക്ക് എത്ര നോക്കിയിട്ടും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടാൻ കഴിയും. ചിക്കൻ കറിയും ഗീ റൈസ് എല്ലാം ആന്റി തരുമ്പോൾ ഞാൻ തിന്നലുണ്ട്. പിന്നെ ഒരു പുളിയോഗ്ര എന്നെല്ലാം പറഞ്ഞൊരു സാധനം ആക്കാനുണ്ട്, അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. അറിയുന്നത് കൊണ്ട് തന്നെ ചേച്ചി പിസയാണ് എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ അതും തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ചേച്ചിന്റെ രണ്ടാമത്തെ മോളും എന്റെ ഒപ്പം തിരിച്ച് ആന്റീന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിനെ.